സുവിശേഷം അതിന്റെ 10-ാമത്തെ അധ്യായം, മർക്കോസ് 10-ാമത്തെ അധ്യായം അതിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. മർക്കോസ് 10:13 മുതൽ. യേശു കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന് ചില ആളുകൾ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. ഇത് കണ്ട് യേശു ദേഷ്യത്തോടെ ശിശുക്കളെ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുക, അവരെ തടയരുത്, കാരണം ദൈവരാജ്യം എങ്ങനെയുള്ളവർക്ക് സ്വന്തം. ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്ത ആരും ഒരു നാളും അതിൽ പ്രവേശിക്കുകയില്ല. നിശ്ചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ശിശുക്കളെ കൈകളിലെടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യേശു കർത്താവ് ശിശുക്കളെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. നമുക്കറിയാം, യേശു കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിനാണ് എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ ശിശുക്കളെ കർത്താവിനോട് കൊണ്ടുവന്നത്. അപ്പൊ നമുക്കറിയാതെ വായിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുക, ഒന്നുകിൽ അമ്മമാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ഒക്കെ ആയിരിക്കാം ആ കുഞ്ഞുങ്ങളുമായിട്ട് യേശു കർത്താവിന്റെ അടുക്കൽ വന്നത്, അല്ലെ? അത് അവര് കൊണ്ടുവരുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. യേശു ഒന്ന് തൊടണം, യേശു ആ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണം. ഹല്ലേലൂയ. അവർ കൊണ്ടുവരുമ്പോൾ ഒരു കൂട്ടര് അതിന് അനുവദിക്കാത്തൊരു കൂട്ടര് യേശുവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിലുണ്ടായിരുന്നു. ഇത് എന്ത് ഫൂളിഷ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. അവർക്ക് ദേഷ്യം വന്നെന്ന് അവിടെ കാണുന്നത്. ദേഷ്യത്തോടെ അവരെ ശകാരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവരെ ദേഷ്യപ്പെട്ട് അവരെ ശകാരിച്ചു. പിന്നെ അപ്പൊ അല്ലെങ്കിൽ അവര് തടസ്സപ്പെടുത്തി. ഒന്നുകിൽ അവര് ചൂടായി കാണും, നമുക്കറിയത്തില്ല. പക്ഷെ കർത്താവിന് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കർത്താവിന് വിഷമമായി. കർത്താവ് ദേഷ്യം വന്നിട്ട് അവര് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക, അവരെ തടയരുത്, ദൈവരാജ്യം എങ്ങനെയുള്ളവർക്ക് സ്വന്തം. അല്ലെങ്കിൽ എന്നോട് പറയാൻ ആഗ്രഹിച്ച കാര്യം, ഞാനപ്പോ ആ കുഞ്ഞുങ്ങളെ കർത്താവിന് തൊടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ തയ്യാറായ ഒന്നുകിൽ അമ്മമാർ, ഞാൻ അങ്ങനെ വിശ്വസിക്കുക, ഹല്ലേലൂയ, സ്ത്രീകൾ, ഹല്ലേലൂയ, സ്തോത്രം, അവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്. എങ്ങനെയെങ്കിലും കർത്താവ് എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണം, ഹല്ലേലൂയ, എന്റെ കുഞ്ഞിനെ കർത്താവ് ഒന്ന് സ്പർശിക്കണം എന്ന് ആഗ്രഹത്തോടെ, ഒരുപക്ഷെ നീണ്ട ക്യൂ ഉണ്ടാവും അവരുടെ അടുത്ത്, ഹല്ലേലൂയ, അവരവരുടെ സമയമെല്ലാം മാറ്റി വെച്ച് ആ ക്യൂവിൽ വന്ന് നിന്ന് കർത്താവ് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്. പക്ഷെ ശിഷ്യന്മാർ അവരെ ശകാരിക്കാൻ കാരണം തന്നെ ഒരുപാട് വലിയൊരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തിനാ വരുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും ശിഷ്യന്മാർക്ക് അവിടെ ഉണ്ടായത്. കാര്യം ഒരുപാട് വലിയ ആൾക്കാർ പ്രാർത്ഥിക്കാൻ നിൽക്കുക. പക്ഷെ ഈ ശിശുക്കളെയും കൊണ്ട് വന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ, കർത്താവ് എന്റെ കുഞ്ഞിനെ തൊടണം. ഹല്ലേലൂയ, സ്തോത്രം. വലിയൊരു ചിന്തയാ ദൈവമക്കളെ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പ് തുറന്നു വെക്കണം. ദൈവം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന തലമുറകളെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവ് അവരെ ഒന്ന് തൊടണേ കർത്താവെ, ഒന്ന് തൊടണേ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസേനയിൽ അവരെ കൊടുക്കുവാൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ലോകവും സഭയും വല്ലാതെ ഇഴുകി ചേർന്നുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഭയേതാ ലോകമേതാ? കാരണം സഭയ്ക്കുള്ളിലോട്ട് ലോകം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാത്തിനും എക്സ്ക്യൂസും വചനത്തെ വളച്ചൊടിച്ച് അങ്ങനെ ഇതിനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പലതും കർത്താവ് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമ്മള് അറിയുന്നത്, ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സ്തോത്രം. എന്നാൽ അടുത്തൊരു തലമുറയെ അതായത് ഈ വിശ്വാസ സമൂഹത്തെ കൊണ്ടുപോകേണ്ടത് ഇന്നത്തെ ശിശുക്കളാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ഇവിടെ അമ്മമാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാന് കർത്താവിന്റെ സ്നേഹത്തിൽ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇതുപോലെ കർത്താവിന്റെ സന്നിധി നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഇത്രയും പറഞ്ഞാൽ മതി നിങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇല്ലായിരിക്കാം. പക്ഷെ കർത്താവെ ഒന്ന് തൊടണേ, എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽക്കാലം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. സ്തോത്രം. കർത്താവെ ഒന്ന് തൊടണേ, എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണേ. സ്തോത്രം. എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുങ്ങളെ തൊടും. അല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കുന്നവരായി, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നവരാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം. ആ ഒരു ആഗ്രഹമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്.
ആ ലോകപ്രകാരം അവരെന്തെല്ലാം നേടിക്കോട്ടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിലുപരിയായിട്ട് ഒരു സ്പിരിച്വൽ സൈഡ് അത് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ അമ്മമാരാണ്. സ്തോത്രം. നമ്മൾ പാരന്റ്സ് ആണ് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അവരെ ദൈവരാജ്യത്തിലോട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലോട്ട് അവരെ അടുപ്പിക്കേണ്ടതിന് ഏറ്റവും പ്രൈമറി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും, മറ്റാർക്കുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ സ്തോത്രം, കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം. ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാതെ ആരും ഒരു നാളും അതിൽ പ്രവേശിക്കുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പൊ ദൈവരാജ്യം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്തോത്രം സ്വന്തം ഭവനത്തിലാ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പോലെ എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡ് ലൈക്ക് എന്നൊരു കാര്യം അവിടെ വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ ഇടയിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കാണ്. സ്തോത്രം. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ കുഞ്ഞിൽ കാണുന്ന ആ ഒരു ഹ്യൂമിലിറ്റിയും, അപ്പനും അമ്മയോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു വിശ്വാസവും, അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺനെസ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിഷ്കളങ്കതയാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ മുഖാവരണം എന്ന് പറയുന്നത്, അല്ലേ? ഹല്ലേലൂയ. വളരെ ഇന്നസെന്റ് ആയിരിക്കും അവർ. അവർ വളർന്നു വരുന്നതനുസരിച്ച് അവരിൽ ആ ഇന്നസെൻസ് അത് മാറുന്നുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ അവർ കാണുന്ന ഇന്നസെൻസ്. ഹല്ലേലൂയ. ദാവീദ് ഒരു കാര്യം, സങ്കീർത്തനക്കാരനായ ദാവീദ്, സ്തോത്രം, സങ്കീർത്തനം 101 എനിക്ക് തോന്നുന്നു. സ്തോത്രം. അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 101:2 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോൾ നീ എന്റെ അടുക്കൽ വരും. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വീട്ടിലാണ് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എങ്ങനെയാകുന്നു അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും, നമ്മളെ അനുകരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നാം നിഷ്കളങ്കരായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും അതേ ലെവലിൽ വളർന്നു വരാൻ തക്ക ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ ആ സങ്കീർത്തനം 101 വായിക്കുമ്പോൾ വളരെയധികം ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നത്. എല്ലാം എനിക്ക് വായിക്കാൻ പറയാൻ സമയമില്ല. ഒറ്റ തീരുമാനം എടുത്തോളൂ. ഒറ്റ തീരുമാനത്തിൽ മാത്രം ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുക ഇപ്പോൾ. സ്തോത്രം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. നമ്മൾ ഈ പകൽക്കാലം അങ്ങനെ ചില തീരുമാനങ്ങളുണ്ട്. എന്റെ വീട്ടില് ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. സ്തോത്രം. കളങ്കമുണ്ടാക്കുന്ന ഒന്നും എന്റെ സ്വഭാവത്തിൽ വരത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ചൈൽഡിന് അല്ലെങ്കിൽ എന്താ പറയാ, കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്താ പറയാ, ഹ്യൂമിലിറ്റിയുള്ള, സൗമ്യതയുള്ള, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, വളരെ ഫെയ്ത്ത് ഉള്ള അപ്പനും അമ്മയൊക്കെ നമ്മൾ കണ്ടിട്ട് ചില പിക്ചറിലൊക്കെ കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പനമ്മമാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം ആ കരങ്ങളിൽ അവർ സുരക്ഷിതമായി വന്നിച്ചു. അത്രയ്ക്ക് വിശ്വാസമാണ് അവർക്ക്. നമ്മളെ എടുത്തറിയാൻ പോയി നമ്മൾ എന്തെല്ലാം പറയും, അല്ലെ? സ്തോത്ര. വളരെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മള് സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ അത്രയും വിശ്വാസം ഉള്ള ഒരു ഇതാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധി വരുമ്പോഴും നമ്മൾ ഇതുപോലെ ആയിരിക്കണം. നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം. ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവങ്ങളെ? ആ ഒരു ഇന്നസെൻസ്, നിഷ്കളങ്കത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? സ്തോത്രം. ആ ഒരു ഫെയ്ത്ത് ലെവൽ. കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമാ. എന്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. അത്ഭുത മന്ത്രി, വീരനാ ദൈവം, ഇരുളിൽ പ്രകാശം എന്നൊക്കെയും പറയുമ്പോൾ നമ്മൾ അതിന്റെ രീതി വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത്ഭുത മന്ത്രി, വീരനാ ദൈവം, പ്രോമിസ് കീപ്പർ എന്നൊക്കെ നമ്മൾ പാടിയല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ഇങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നാം വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ വചനം പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. സ്തോത്രം. നമ്മളുടെ ഭവനം ഒരു ദൈവരാജ്യമായിട്ട് മാറും. നമ്മുടെ ഫാമിലി കൂട്ടായ്മകൾ ദൈവരാജ്യങ്ങൾ, ദൈവം ഇറങ്ങി വസിക്കുന്ന, ദൈവം രാജാവായിട്ടിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്ര, ദൈവിക നന്മകളെ, അനുഗ്രഹങ്ങളെ ചലിക്കുന്ന ഒരു ഇടമാക്കിയിട്ട് ദൈവം നമ്മുടെ ഭവനങ്ങളെ തീർക്കും. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് വെക്കുമ്പോൾ സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഒരു ഭാരം നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരെ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ പല പ്രിയപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരുണ്ട്. നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു ഭാരമുണ്ടാണ്. നെക്സ്റ്റ് ജനറേഷൻ കർത്താവെ, ദൈവം അവരെ കുറിച്ചൊക്കെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു ഗ്യാപ്പിൽ ഹല്ലേലൂയ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം. നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടില്ല, പക്ഷെ നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരെ കാണുമ്പോൾ കർത്താവ് സ്നേഹിച്ച പോലെ അവരോടുള്ള ഒരു ഭാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ,
അവർ അഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹം. ഇവിടെ എന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക കർത്താവ് അവരെ തൊടണം. ദൈവം തൊട്ടാലേ സംഭവിക്കത്തുള്ളൂ. സ്തോത്രം. അവർ കൃപാവരങ്ങളാൽ നിറയപ്പെടണം, ശക്തമായ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നാളെ അവർ ഏത് ഫീൽഡിലായിക്കോട്ടെ, പക്ഷെ സ്പിരിച്വലി അവർ ബ്ലെസ്സഡ് ആയിരിക്കണം. അത് നമുക്കാണ് ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുക. നമ്മുടെ ഭവനത്തില്, നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ കർത്താവിന്റെ നാമത്തിൽ വലിയ മാതൃകയുള്ളവരായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുവാൻ, ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളത് ചെയ്യുമ്പോൾ, നമ്മളത് കാണിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കില്, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയില് അവർക്ക് നാളെ പറയാൻ പറ്റണം, എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ പപ്പ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്നൊരു വ്യക്തി എന്റെ ഹീറോ, എന്റെ റോൾ മോഡലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആ നിലവാരത്തിൽ അവരുടെ മുമ്പിൽ ജീവിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അവർ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഭയങ്കര പീസ് ആയിരിക്കും അല്ലെ. നാളെ കുറിച്ച് വിചാരങ്ങളൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല, അല്ലെ എങ്ങനെ കാര്യങ്ങൾ അവർ അതൊന്നും ചിന്തിക്കുന്നില്ല. ബിക്കോസ് അത്രയ്ക്ക് ഇന്നർ പീസ് അവരുടെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവരെല്ലാത്തിലും തൃപ്തരായിരിക്കും. സ്തോത്രം. അവർ പൂർണ്ണമായി എന്താ പറയാ, തന്റെ പാരന്റ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നവരും ഡിപ്പെൻഡ് ചെയ്യുന്നവരും അല്ലെ. സ്തോത്രം. അവർക്ക് തന്നെ, ഓ ഞാൻ എന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാം ചെയ്തൊരു കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എല്ലാത്തിലും അവർക്ക് പപ്പയും മമ്മിയും വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കർത്താവിനെ ആശ്രയിക്കുന്നവരായിരിക്കണം. ഫുൾ ഡിപ്പെൻഡൻസി കർത്താവിലായിരിക്കണം. ഹല്ലേലൂയ. നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അതുപോലെ എന്നെ ആക്കി തീർക്കണം. എന്റെ എല്ലാറ്റിലുപരി എന്റെ കുഞ്ഞുങ്ങളെ തൊടണം കർത്താവെ. ഈ ദിവസങ്ങൾ നിങ്ങൾ അതൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണേ കർത്താവെ. മറ്റൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണേ കർത്താവെ എന്ന് പറഞ്ഞാൽ മാത്രം മതി. കർത്താവിന് വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ പോകും. ഞാൻ നിങ്ങളോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മളെ ഈ വാച്ചേഴ്സ് ഫാമിലിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവെ ഒന്ന് തൊടണമേ. ഈ ജനറേഷനെ ഒന്ന് തൊടണമേ കർത്താവെ. അടുത്ത ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ദീപം പിടിക്കേണ്ടവരാ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവരെ തൊടേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അതിന് നമ്മളെല്ലാവരെയും ഒരുക്കി സഹായിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.